സുമിത്രേ പോടാ പറ്റി, നിന്റെ സൂക്കേട് ഇതുവരെ മാറിയില്ല. ബാലേട്ടനാണ്. ബാലാട്ടനാണെങ്കിലേ പുറത്ത് നാട്ടിക്ക് ആ വഴി പോ. ഇത് നിന്റെ കെട്ടിയോ ബാലേട്ടനാണെന്ന്. അയ്യോ, ഏട്ടൻ വന്നോ? അല്ലേ, വന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? അതിന് ഞാൻ ഗൾഫിൽ ജോലിക്ക് പോയതല്ല, പെട്ടി നിറയെ സമ്മാനമായിട്ട് വരാനായിട്ട്. ഞാൻ ഒളിവിലായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം പോലെ പാർട്ടിക്ക് വേണ്ടി ഒളിവില് പോയതല്ലേ. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം പോലെ നിങ്ങൾ എനിക്ക് തന്നില്ല. ഡെയിലി നിനക്ക് ഞാൻ കോഴിക്കാല് മേടിച്ചു തന്നില്ല, പിന്നെ എന്താണ് കുഞ്ഞിക്കാലി വീട്ടുകാളത്? നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ടോ നിങ്ങൾക്ക് ഒളിവിൽ പോകേണ്ടി വന്നത്? എടി, ഞാൻ മുൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളായിരുന്ന. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒന്ന് സൈൻ ചെയ്യാനും ഒരു പ്രൊമോഷൻ തരപ്പെടുത്തിയെടുക്കാനും വേണ്ടിയിട്ട് മുന്നിൽ കാണുന്നവരൊക്കെ രക്ഷാപ്രവർത്തനം ഒന്നും പറഞ്ഞ് ഞാൻ എല്ലാവരെയും തലതല്ലി പൊളിച്ചു. കിട്ടിയല്ല പ്രൊമോഷന് വരെ സസ്പെൻഷൻ. എനിക്ക് ജാമ്യം കിട്ടി. അകത്ത് പോകേണ്ട കേസല്ലേ, അതല്ലേ ഞാൻ ഒളിവിൽ പോയിരുന്നത്. ഇനി വേണം എനിക്ക് സമാധാനമായിട്ട് എന്റെ വീട്ടിലൊന്നും. എന്നാ പിന്നെ സമാധാനം പോയി. ഇഡിയുടെ വണ്ടി അടിച്ചു പൊളിച്ചേനെ പോലീസിന്റെ കണ്ണ് വെട്ടിച്ചടക്കുന്ന എന്റെ അനിയനുണ്ടല്ലോ, നിങ്ങളുടെ അളിയൻ സുനിക്കുട്ടൻ. അവന് ഒളിച്ചു താമസിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്റെ ഉള്ള മനസ്സമാധാനം പോയല്ല. എന്നിട്ട് എവിടെ അവൻ? അവിടെ ഞാനിവിടെ ഒളിവിലാണ്. ഒളിവില് ആ വളവിലുള്ള വെളിവില്ലാത്ത അളിയനില്ല എനിക്ക്. അവിടെയാണ് ഞാൻ. എന്താ പോലീസാ എന്നെ പൊക്കാനാ? എന്റെ രോമത്തെ പോലീസ് തൊടൂല, കൈയുടെ രോമത്തെ പോലീസ് തൊടൂല, അറിയാമോ? കയ്യില് രോമ ഇല്ലല്ല, അതാണ്. ഒന്നും മിണ്ടായോ? എനിക്ക് പോലീസിനെ പേടിയില്ലെന്ന്. പോലീസിനെ പേടിയില്ല, പേടിയില്ല. അയ്യോ പോലീസ്, അയ്യോ അളിയാ, അളിയാ പോലീസ്, അളിയാ രക്ഷിക്കണം, അളിയാ പ്ലീസ്, അളിയാ പ്ലീസ്, അളിയാ. പോലീസല്ല, ഒരു ആംബുലൻസ് അതിലെ പാസ് ചെയ്തു പോയതാണ്. മര്യാദയില്ലടാ ഈ ആംബുലൻസിനൊന്നും. അവർ കൊച്ചമ്പളം ഉണ്ടാക്കാതെ പോയാലെന്താ? വെറുതെ ട്രാഫിക് ബോൾ ഉണ്ടാക്കി വെറുതെ ലൈറ്റ് വിട്ട് ഗമ കാണിച്ച് പോകേണ്ട കാര്യം എന്താ ഉള്ളത്? ഞാൻ പറയാം, എന്റെ അളിയന് ഇവിടെ വിളിച്ച് താമസിക്കുകയാണ്, നിങ്ങൾ ശബ്ദമില്ലാതെ പോകണമെന്ന് ഞാൻ പറഞ്ഞോളാം. എടാ, നീ എന്തിനാടാ ഇങ്ങനെ പോലീസിനെ പേടിക്കണത്? പേടിക്കണം. പോലീസ് എങ്ങാനും എന്നെ പിടിച്ചു കഴിഞ്ഞാൽ തപ്പക്കടാ. എടാ, നമ്മള് പോലീസിനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മുടെ നേതാവ് എന്താ പറഞ്ഞത്? മടിയിൽ കനമില്ലാത്തവൻ എന്തിനെ പേടിക്കണം? പക്ഷെ എന്റെ മടി കനം ഉണ്ടായിരുന്നു, രണ്ട് ഇഷ്ടികയുടെ കട്ട ഉണ്ടായിരുന്നു അന്ന്. അത് വെച്ചിട്ടാണ് ആ ഈടറ ക്ലാസ് തല്ലി പൊട്ടിച്ചല്ലേ? അളിയാ, നമ്മളൊക്കെ ഇങ്ങനെ കട്ടക്ക് നിക്കുന്നത് കൊണ്ടാണ് അളിയാ നമ്മ ഇപ്പൊ കട്ടപ്പുറത്തായി പോയത്. ഏട്ടാ, ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഊരിയെടുക്ക. ഊരിയെടുക്ക്. ഇവന് ഊരിയെടുക്കാൻ ഇവനെന്താണ്? എന്റെ നിക്കറാണ്. എന്താണ് ഈ പറയണത്? എടീ, നമ്മുടെ കയ്യിൽ നിക്കണ കേസല്ല, പിന്നെ ഈടിനാണ് മമ്മർദ്ദിച്ചേക്കണത്. ഡൽഹി കേന്ദ്ര ഗവൺമെന്റ് ഇടപെടും. ഇവനങ്ങനെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. ഡൽഹിയിലേക്ക് പോകാൻ പറ്റുവാ? അപ്പൊ താജ്മഹലൊക്കെ ഒന്ന് കാണണം. നിന്നെ ഉല്ലാസയാത്രക്ക് കൊണ്ടോണല്ല, നിന്നെ അവിടെ കൊണ്ട് തീഹാർ ജയിലിലിടുമെന്ന്. രണ്ട് നില വർത്താനം പറയല്ലേ? എന്താണ്? ഡൽഹിയിൽ എവിടെയാണ്? ബീഹാർ. ബീഹാർ അല്ല, തീഹാർ ജയില്. എടി, അവൻ ഇപ്പോഴും പറഞ്ഞത് മനസ്സിലായിട്ടില്ല. എടാ, ചാൾസ് ശോഭരാജ് കിടന്ന ജയില്. അപ്പൊ 3 പേരെ കിടന്നിട്ടുള്ള ചാൾസും ശോഭരാജനും അവിടെയാണ് എന്നെ കൊണ്ടുപോണത്. എടാ പൊന്നുമോനെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഡൽഹിയിലെ കേസ് എങ്ങനെയാണെന്നറിയില്ല, കേരളത്തിലെ ജയിലിലൊക്കെ ഇപ്പൊ അടിപൊളിയാടാ. സുഖം പരിപാടിയാണ്. അവിടെയൊക്കെ കേറി പറ്റിക്കഴിഞ്ഞാലല്ല, നമുക്കൊരു കറണ്ട് ചാർജ് അടക്കണ്ട, വാട്ടർ ബില്ല് അടക്കണ്ട, വീട്ടുവാടക കൊടുക്കണ്ട, 3 നേരം സുഭിക്ഷമായ ഭക്ഷണം. അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാല് ഈ പോലീസുകാരെടുത്ത് നമ്മൾ ആശുപത്രി കൊണ്ടുപോകും. നല്ല ശമ്പളവും പോരെ? ആണല്ലേ? അപ്പൊ നല്ല സാലറി ഒക്കെ കിട്ടും. അവിടെ നിന്ന് ഒരു സാലറി സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഒരു ലോൺ എടുത്ത് ഒരു വീടൊക്കെ വെക്കണം. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. അല്ല, എനിക്ക് ചെറിയ വേറൊരു പ്രശ്നമുണ്ട്. ഇതൊക്കെ ഇനി പോന്ന് പറയാൻ പറ്റില്ല. എന്ത് പോകാൻ? ഒരു കുഴപ്പമുണ്ടാവില്ല. തവളപത്രം ഇറങ്ങിയിട്ടുണ്ടേ. തവളപത്രം ഇറക്കും, പാർട്ടി ഉണ്ടാക്കും. അതൊന്നും ഒരു വിഷയമല്ല നമുക്ക്. നമ്മളിവിടെ രാഷ്ട്രീയക്കാരല്ലേ, നമുക്കിവിടെ പേടിക്കാതെ ജീവിക്കാൻ പറ്റില്ല. എടാ, നിന്റെ നേതാവ് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എല്ലാരും കൂടി ഇഡിയുടെ വണ്ടി അടിച്ചു പൊളിച്ചത്? ഇപ്പൊ അങ്ങേരെന്താ പറയണേ? അടിച്ചു പൊളിയുടെ മക്കളെന്ന് അത് തന്നെ പറഞ്ഞു പുള്ളി. എന്നാ പിന്നെ പുള്ളിയും ഫാമിലി അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. പോലീസാണെന്ന് തോന്നുന്ന രക്ഷിക്കളി. ഇവനെന്താണ് ഇങ്ങനെ കിടന്ന് അലിയണത്? അതുകൊണ്ടാണ് ഇവനെ ഞാൻ അലിയാന്ന് വിളിക്കുന്നത്. ഞാൻ നോക്കട്ടെ. എടാ, ഇത് പോലീസൊന്നുമല്ല, അല്ലേ? നമ്മുടെ നേതാവാണ്.
നിങ്ങൾക്കൊക്കെ എന്തിന്റെ സുഖടാ? ആ ഒളിവിൽ താമസിച്ചപ്പോ ഒരു പരിവുണ്ടായിരുന്നു, അതിന്റെ സൂക്കേട് മാറി. എനിക്ക് വല്യവനുണ്ടായിരുന്നു. അതല്ല പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് നേതാവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഇഡിയുടെ കാർ അടിച്ച് പൊളിച്ച് എന്തിനാണെന്നാ ഞാൻ ചോദിക്കണത്. നേതാവല്ലേ പറഞ്ഞ ഇടി ഇടി എന്ന് പറഞ്ഞിട്ട് ലാങ്കർ ഇടിച്ച്. എടാ ഞാൻ പറയുമ്പോ വ്യക്തമായിട്ട് കേൾക്കണം. ഇടി ഇടി എന്നല്ല പറഞ്ഞത്, ഇടി ഇടി എന്നാണ് പറഞ്ഞത്. അപ്പൊ കയറി ഇടിച്ചില്ല വെറുതെ. ഇപ്പൊ എന്തായി നേതാവേ? ഇങ്ങനെ തന്നെ പറഞ്ഞ ഞാനും ഇവനൊക്കെ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. കരയാതെ എന്നിട്ട് അവസാനം ഇല്ലട വിഷമോട്ടാ. കരയാതളിയാ അളിയാ, നമ്മളൊക്കെ കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണീര് തുടയ്ക്കാൻ ഇവിടെ 1000 പാർട്ടിയുടെ അണികളുണ്ടാവും. പക്ഷേ മൂക്ക് തുടയ്ക്കാൻ ഒരു പട്ടി മരിയല്ല. കട്ടൻ ചായ, പരിപ്പ് വട മസ്റ്റ്. ഇവിടെ പരിപ്പില്ല. ഏതായാലും നമ്മുടെ പരിപ്പിളകി നിൽക്കാൻ ആ ഇളകിയ പരിപ്പിൽ നിന്ന് കുറച്ച് പരിപ്പെടുത്ത് ഒരു വട ഉണ്ടാക്കി കൊടുക്ക്. എനിക്ക് പരിപ്പ് വട വേണ്ട, ബീഡി. ഈടിന്നല്ല ബീഡിന്നാ പറഞ്ഞത്. അതെ, ഒരു പൊതി ബീഡി പോലും എടുക്കാനല്ലേ കയ്യില്. നിങ്ങൾക്ക് അർപ്പ് തന്നെ വിലയില്ല അല്ലേ? ഞാനിപ്പോ നനഞ്ഞ കോഴിയാണല്ല. അല്ല, കോഴിയാണ്. മൂത്രം ഒഴിച്ച അന്നനാനായിട്ട്. അതല്ല, എന്നെ നിങ്ങൾക്കൊരു വിലയില്ല ഇപ്പോ. ഞാനേ 2 വോട്ടിനാ തോർത്തത്, 2 വോട്ടിന്. ജോത്സ്യം പറഞ്ഞത് കറക്റ്റല്ല. ജോത്സ്യൻ എന്താ പറഞ്ഞേ? തലനാരിഴക്ക് ഇവിടുത്തെ ജനങ്ങൾ രക്ഷപ്പെടുന്നു. എനിക്ക് വലിയ വിഷയമൊന്നും ഇതുവരെ ബാധിച്ചിട്ടില്ല. എന്റെ അച്ഛൻ എന്നെ അനുകൂലിച്ചോണ്ടൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ആ, ഈടിയുടെ കാർ തല്ലിപ്പൊളിച്ച് ജയിലിലേക്ക് പോയി എന്റെ മകൻ നാടിന് അഭിമാനാണെന്നും പറഞ്ഞു. ഞാൻ കണ്ടിരുന്നു FB-ല്. എടാ, അത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടതല്ല. കാരണം നീ വീടിന് നാടിന് കൊള്ളാത്തവനാണല്ലോ. അച്ഛന്റെ ചോറ് കൊടുത്ത് തിന്നാറുണ്ട് നീ. അപ്പൊ അച്ഛൻ നീ ജയിലിൽ പോയി കഴിഞ്ഞാൽ അച്ഛനൊരു സമാധാനം ഉണ്ടാവുമല്ല. അതുകൊണ്ട് സന്തോഷത്താലും പുള്ളിയിട്ട ഒരു പോസ്റ്റ് ആണത്. നീ അതിനെ അങ്ങനെ കണ്ടാ മതി. അങ്ങനെ ഇട്ടാണോ? പറഞ്ഞിങ്ങടിയാൻ അച്ഛനടുത്ത് ഞാൻ പോസ്റ്റ് ഇടി, ഞാൻ നോക്കൂ. അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ്? ഞാനിപ്പോ അതല്ല ആലോചിക്കണത്. നമ്മളെ ഈ ഭരണപക്ഷത്തെ എങ്ങനെ പിടിച്ച് താഴെയിടാന്ന ഞാൻ ആലോചിക്കണേ. എന്നാലേ കാര്യമുള്ളൂ നമുക്ക്. ആലോചിക്കേണ്ട ദിവസമാണ് അതല്ലേ? ഞാനൊരു പണി ചെയ്താലോ? ഇപ്പൊ ഗ്യാസിന്റെ വില കൂടി, പെട്രോളിന് വില കൂടി. അല്ല, അതിനു മുമ്പ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോയി ഇതിനെ കുറിച്ച് ഒന്ന് പഠിക്കാനുള്ള പരിപാടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്യോപ്യ പോവാം. അവിടെ പോയിട്ട് എത്തി നോക്കാനാ പരിപാടി ഇവിടെ തന്നെ ചെയ്യണം. നേടാവേ, എത്യോപ്യയിലൊന്നും പോയിട്ട് കാര്യമില്ല. എനിക്ക് തോന്നണം നിങ്ങൾ സുഡാനിൽ പോയാൽ നല്ലതായിരിക്കും. നേരെ ചുവ ഒരു ചക്കക്കുരു ചുടാൻ പുള്ളിക്ക് അറിഞ്ഞു. എന്നാ ചുടാനാണെന്നാ പറയണ. എന്നാ ചുടാൻ അല്ലല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഗ്യാസിന് വില കൂടി, പെട്രോളിന് വില കൂടി, ഡീസലിന് വില കൂടി, മദ്യത്തിന് വില കൂടി. അതുകൂടെ ഒന്ന് പറഞ്ഞു തരും. അതിനെതിരെ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കും. മദ്യത്തിനെതിരെ അല്ലാന്ന്, വിലക്കയറ്റത്തിനെതിരെ നമ്മുടെ പാർട്ടി ശക്തമായി പ്രതികരിക്കുന്നു. സമരം. ഈ വിലക്കയറ്റത്തിന് കാരണം ഇപ്പോഴത്തെ ഭരണമല്ല, പിന്നെ ഈ യുദ്ധം നടക്കണോണ്ടാണ്. യുദ്ധം എവിടെ? അതൊന്നും അറിഞ്ഞിട്ടില്ല. യുദ്ധം ആരെന്നൊക്കെ ചെയ്യണേ? ആഹാ, എന്നാ പമ്പിനെതിരെ, അയ്യോ, എന്നാ ട്രംപിനെതിരെ നമ്മൾ ശക്തമായ സമരം പ്രഖ്യാപിക്കുന്നു. അതൊക്കെ ട്രംപിനെതിരെ സമരം. സദ്ദാം ഹുസൈനോടെ തൂക്കി കൊന്നിട്ട് നമ്മളോട് ഹർത്താൽ നടത്തില്ലേ? അത് വിജയിച്ചില്ലേ? നിശ്ചലമായില്ലേ? അപ്പൊ നമുക്ക് സമരം നടത്തണം. സമരം എങ്ങനെ നടത്തണം? നമ്മള് KSRTC ബസ് കത്തിക്കണം, പിന്നെ ട്രെയിൻ തടയണം, പിന്നെ നമുക്ക് ബ്ലോക്ക് ഓഫീസ് വിക്കറ്റ് ചെയ്യണം. ഇവിടെ ഗതാഗതം മൊത്തത്തില്. ഞാനൊരു കാര്യം പറയട്ടെ, ചുമ്മാ നിൽക്കണവരുടെ മേത്ത് കരിയോയിൽ കൊഴി വരും. അതെന്റെ ഒരു ഹോബിയാണ്. അത് വേണം. ഞാൻ ചെടിച്ചട്ടി തലക്കിട്ടോളാം. അപ്പൊ മൊത്തത്തിൽ ജനജീവിതം ജനജീവിതം എന്തുകൊണ്ട് പറയുന്നില്ല? എന്നെക്കൊണ്ട് എനിക്കറിയാമുള്ള അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ സമരം ആരംഭിക്കുന്നു. സമരം ട്രംപിനെതിരെ. സമരം ട്രംപിന്റെ ഹുങ്ക് അവസാനിപ്പിക്കുക. ട്രംപ് അവസാനിപ്പിക്കുക. ട്രംപിന്റെ ഹുങ്ക് അവസാനിപ്പിക്കുക. ഹമ്പിന്റെ ഹുമ്പിന്റെ ട്രംപ്. ട്രംപിന്റെ ഹുങ്ക് അവസാനിപ്പിക്കുക. ട്രംപിന്റെ ഹുങ്ക് അവസാനിപ്പിക്കുക. എല്ലാം തകർക്കണം. സ്റ്റാച്ചു പറഞ്ഞല്ല നിർത്താൻ പറഞ്ഞാണ്. ഇതെല്ലാം തല്ലി പൊളിച്ചോണ്ട് ട്രംപും അറിയാൻ പോണില്ല, അമേരിക്ക അറിയാൻ പോണില്ല, തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടും അറിയാൻ പോകുന്നില്ല. നിങ്ങൾക്കൊക്കെ നാണം ഇല്ലേ ഈ പാർട്ടി എന്ന് പറഞ്ഞ് നടക്കാനായിട്ട്? നിങ്ങളുടെ നേതാവിന്റെ വീട് റെയ്ഡ് ചെയ്തതന്നെയല്ലേ നിങ്ങൾ ഇഡിയുടെ വണ്ടി അടിച്ചു പൊളിച്ചത്? എന്നാ ഒരു കാര്യം കേട്ടോ, നിങ്ങളുടെ നേതാവല്ല പ്രതി മകളാണ്. പ്രതി മകളാണോ? ആ, അപ്പൊ നിങ്ങളൊക്കെ ആരായി? അല്ല, പ്രതി മകളായ സ്ഥിതിക്ക്
ഞങ്ങളൊക്കെ അത് തന്നെയായി. എന്ത്? വെറും പ്രതിമകൾ.